സാന്റിയാഗോ മാർട്ടിൻ കോൺഗ്രസ് അവരുടെ ഫണ്ട് വാങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ ഓരോരുത്തരുടെ കയ്യിൽ നിന്നും നമ്മുടെ കേരളത്തിൽ തന്നെയുള്ള നിരവധി ആളുകളുടെ കയ്യിൽ നിന്ന് കോടികൾ പിരിച്ച ബോണ്ടിൻ്റെ വിവരമാണ് പുറത്തു വന്നത്. മറ്റേ ആയിരക്കണക്കിന് കോടിയിലൊന്നും ഞാനിപ്പോൾ വിശദീകരിക്കുന്നില്ല. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, പ്രളയകാലത്ത് ഓമനക്കുട്ടൻ എന്ന് പറയുന്നൊരു പാർട്ടി മെമ്പർ ആലപ്പുഴ 70 ഉറുപ്പിക ഒരു ഓട്ടോറിക്ഷക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പിരിച്ചു എന്ന് പറഞ്ഞിട്ട് എന്തൊരു ഭൂകമ്പം ഉണ്ടാക്കി ഇവിടെ. മനോരമ ഉൾപ്പെടെ CPIM-ന്റെ പിരിവിനെ സംബന്ധിച്ച് വിശദീകരിക്കുകയായിരുന്നു. ഇപ്പോൾ ഇലക്ട്രൽ ബോണ്ടിന്റെ ഭാഗമായിട്ട് കോടാനുകോടി ഉറുപ്പിക ഏറ്റവും വലിയ കള്ളപ്പണക്കാരിൽ നിന്ന്, ഏറ്റവും വലിയ കുറ്റവാളികളിൽ നിന്ന് നിർലജ്ജം ശേഖരിച്ചിട്ട് അതൊന്നും പുറത്തു വരില്ല എന്ന ധാരണയിലായിരുന്നു ഇവരെല്ലാം കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെയാണ് 8,251 കോടി ഉറുപ്പിക BJP കിട്ടിയത്. ഒന്നുകൂടി ഞാൻ പറയാം, 8,251 കോടി. 70 ഉറുപ്പിക വാങ്ങിയതിനെ പറ്റിയായിരുന്നു വലിയ തർക്കം. ഓമനക്കുട്ടൻ്റെ 70 ഉറുപ്പിക, അത് എത്രയോ ദിവസം വാർത്തയായിരുന്നു. 8,251 കോടി ഉറുപ്പിക BJP വാങ്ങിയതിനെ പറ്റിയും BJP ബലം പ്രയോഗിച്ച് അവരെ ഭീഷണിപ്പെടുത്തി അതിന്റെ തുടർച്ചയായിട്ട് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് വാങ്ങിക്കൊണ്ടിരിക്കുന്ന കാര്യത്തെ സംബന്ധിച്ചും യാതൊരു തരത്തിലുള്ള വാർത്തയും യഥാർത്ഥത്തിൽ മലയാളത്തിൽ ഉൾപ്പെടെ സജീവമായിട്ട് വന്നില്ല. കോൺഗ്രസ് നല്ല രീതിയിൽ അതിന്റെ ഭാഗമായിട്ട് ഫണ്ട് വാങ്ങിയിട്ടുണ്ട്. 1,428 കോടി ഉറുപ്പിക 1,428 കോടി ഉറുപ്പിക അവരും വാങ്ങിയിട്ടുണ്ട്. അവസാനത്തെ കണക്ക് വന്നപ്പോൾ അത് 1,952 എന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ആദ്യമായിരുന്നു 1,428, അത് 1,952. എന്നിട്ടാണ് ഇപ്പോൾ പറയുന്നത് ബസ്സിന് പൈസയില്ലാന്ന്, ടിക്കറ്റ് എടുക്കാൻ പൈസയില്ലാന്ന് പറഞ്ഞിരിക്കുകയാണ്. ഈ പൈസയിൽ എവിടെയാണ് പോയത്?